എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppies Diapers. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പറഞ്ഞല്ലോ, നമ്മൾ നിയമപരമായ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് സമ്മർദ്ദമൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പൊസിഷൻ എടുക്കുകയാണ്, ഗവൺമെൻറ് പറയുന്നത് പരിശോധന നടത്തുകയാണ്. ആ പരിശോധന നടത്തിയതിൻ്റെ ഭാഗം ഇന്നതാണ് എൻ്റെ തീരുമാനം, അത് ബോർഡ് കൂടി അതിൻ്റെ ഭാഗമാവണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഭാഗമാവാനുള്ള അതും എന്താണ് ഞങ്ങൾ ചുമതലപ്പെട്ടതാണ്. പൊതുധാരണയുടെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നത്. അതിനകത്ത് വേറൊരു സമ്മർദ്ദം, മറ്റു വിഷയങ്ങൾ അല്ലെങ്കിൽ പിടിച്ചിരുത്തിയിരുന്ന തീരുമാനം എടുക്കുക, യാതൊന്നും തന്നെ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റുമായുള്ള ഡിസ്കഷൻസിലോ അതിൽ ഉന്നത തല മന്ത്രിസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തപ്പോഴൊന്നും തോന്നിയിട്ടില്ല. വളരെ സത്യസന്ധമായാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിലേറെ സത്യസന്ധമായാണ് വഖഫ് ബോർഡിൻ്റെ നിലപാട്. തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ നോട്ടീസ് അയക്കുന്നതിനെ വേറെ രൂപത്തിൽ ഇത് കൊടുത്തിട്ട് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നാട്ടിലുണ്ട്. എല്ലാവർക്കും അവരെ ഏൽപ്പിച്ച പണികളെടുക്കാനുള്ള അവകാശങ്ങളുണ്ട്. ആ വക ജോലി കൃത്യനിർവഹങ്ങളൊക്കെ തന്നെ ഒരു ഭീകരതയാണെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. വഖഫിനെ സംബന്ധിച്ചോളം യാതൊരു തെറ്റും ചെയ്തിട്ടുമില്ല, ചെയ്യാനും പോകുന്നില്ല എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. നാളിതുവരെ വഖഫ് ചെയ്ത പ്രവൃത്തികളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടണം. 12 പേർക്കാണ് ആകെ നോട്ടീസ് അയച്ചത്. ഈ 12 പേർക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് അയച്ച് അവരെ രേഖകൾ ഹാജരാക്കി അത് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് കുടിയിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ താമസിക്കുന്നവർക്ക് വീട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ടോ ഒരു നോട്ടീസും നൽകിയിട്ടില്ല. ഇതിലൊരു സ്ഥാപിത താല്പര്യം, ഒരു ഗൂഢാലോചന അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ എന്ന് അതൊക്കെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഗൂഢാലോചന ഉണ്ടോ മറ്റു കാര്യം എന്തായാലും ഒരു കാര്യത്തിൽ ഗൂഢാലോചന ഞാൻ പറയുന്നത് 12 പേർക്ക് നോട്ടീസ് അയച്ചത് അവിടുത്തെ ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള നോട്ടീസാണ് എന്ന് പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചന ഉണ്ടായിരിക്കാം. തെറ്റാണല്ലോ. കാരണം 12 പേർക്ക് മാത്രം ബിസിനസ് നടത്തുന്ന 12 പേർക്ക് അയച്ച നോട്ടീസ് കുടിയിറക്കൽ നോട്ടീസാണ് ചിത്രീകരിക്കുന്നതിനുള്ളൊരു വിഷമമുണ്ട്. അത്തരം ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എവിടെയാണെങ്കിലും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മുനമ്പത്ത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ വഖഫ് ഭൂമിയാണ്, അത് ഏറ്റെടുക്കാൻ പോകുന്നു, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. മാനുഷികമായ പരിഗണനയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവർക്ക് താമസിക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ മതപരമായ സ്ഥാപനങ്ങൾക്കും ബോർഡുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നോട്ടീസ് അയക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. എത്രയോ നോട്ടീസ് അയക്കുന്നുണ്ട്. ഈ നോട്ടീസ് അയച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ മുനമ്പത്തിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, ബിസിനസ്സുകാർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളൂ. ആ സ്ഥാനത്ത് മറ്റുള്ള ഇടങ്ങളിൽ എൻക്രോച്ച്മെൻറ്റ് നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അത് കയ്യേറരുത് എന്നൊരു വാക്ക് നമ്മൾ പറയുന്നതാണ് നമ്മൾ നോട്ടീസ്. അത് ഒരുപാട് ആൾക്കാർ ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണ്, അത് വഖഫ് ഭൂമിയാണ് നിങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങളെ കയ്യേറ്റം അവസാനിപ്പിച്ചു എന്ന് കൊണ്ടിട്ട് എത്രയോ പേര് സറണ്ടർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ എടുത്താലല്ലേ റിപ്ലൈ ഉണ്ടാവുള്ളൂ. ഒരാൾക്കൊരു ഇൻറ്റിമേറ്റ് ചെയ്യുന്നു ഇതിനകത്തൊരു കയ്യേറ്റം ഉണ്ട് എന്ന് നിൽക്കുമ്പോൾ ആ സൂചന കൊടുക്കുമ്പോൾ അവർ മറുപടി ചിലപ്പോൾ എന്താവും, അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് എത്രയോ വസ്തുക്കൾ. അപ്പോൾ നടപടിയുടെ ഭാഗമായി റെസ്പോണ്ട് ചെയ്യുമ്പോൾ ചിലവരെന്ത് ചെയ്യുന്നു, കൈവശം വെച്ചുള്ള ഭൂമി അത് തിരിച്ചു തരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നടപടി നടത്തുന്നു എന്നുള്ളതുകൊണ്ട് അത് അതിനകത്ത് വേറെ വിഷയമൊന്നും ഉള്ളതല്ല. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.